ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സദ്യ സീരീസിൻ്റെ ഭാഗമായി ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൂർ സ്റ്റൈൽ ഉണ്ണിയപ്പമാണ് കേട്ടോ. ഇതേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം. ഇത് പൊട്ടിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണെന്ന്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഈ പച്ചരി ഞാൻ 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇനി നമുക്കിത് 2-3 വെള്ളത്തിൽ നന്നായിട്ട് കഴുകണം. കഴുകിയിട്ട് നമുക്കൊരു സ്ട്രെയിനറിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരി ഞാൻ 2-3 വെള്ളത്തിൽ കഴുകിയിട്ട് ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം നല്ല നനവോടുകൂടെ ജാറിലിട്ട് പൊടിച്ചാൽ മിക്സിയുടെ ജാറിൽ മുഴുവനായിട്ട് ഇതിൻ്റെ അരിപ്പൊടി പറ്റും. അപ്പോൾ കുറച്ചൊരു 10 മിനിറ്റ് അതിൻ്റെ കുറച്ച് നനവൊന്ന് മാറിയിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിനുള്ള ശർക്കരപ്പാനി തയ്യാറാക്കാം. ഞാനിവിടെ ഒരു 4 പീസ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് അരിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് ഒഴിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഒന്ന് പൊടിച്ചെടുക്കണം. റെസ്റ്റ് ചെയ്യാൻ വെച്ച അരി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ അരി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇങ്ങനെ സ്ട്രെയിനറിൽ വെക്കാണ്ട് പെട്ടെന്നാവണമെങ്കിൽ നമ്മളൊരു കോട്ടൺ തുണിയിൽ അരിയിട്ട് വെച്ചാലും മതി. അരി ഒന്ന് നിരത്തി കൊടുത്താലും മതി. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് ഡ്രൈ ആയിട്ട് കിട്ടും. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പം ഞാനിത് 2 തവണയായിട്ട് പൊടിച്ചെടുക്കാൻ പോവാണ്. അപ്പം ഞാനിവിടെ അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. അരി ഒരുപാട് നൈസായിട്ടുമല്ല, ഒരുപാട് കുറേ തരിയും വേണ്ട. ഒരു പുട്ടിൻ്റെ പൊടിയല്ല, അതിനേക്കാളും കുറച്ച് തരി കുറവായിട്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കുറച്ച് തരി വേണം. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഇത് ഞാൻ അളന്ന് നോക്കിയപ്പോൾ ഇതുപോലുള്ളൊരു ഗ്ലാസ്സിൽ കറക്റ്റ് ഫുൾ ഈ ഗ്ലാസ്സിൽ മൊത്തമായിട്ടുണ്ട് ഈ അരിപ്പൊടി. അപ്പോൾ അതിന് കണക്കായിട്ട് 1/2 ഗ്ലാസ് മൈദ ഞാൻ ഇതിനകത്തോട്ട് ഇടുവാണ്. നമ്മളിപ്പോൾ 1 കപ്പാണെങ്കിൽ 1/2 കപ്പ് മൈദ. ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ അളവ് എടുക്കുന്നത് അതിന് 1/2 കപ്പായിട്ട് മൈദ എടുക്കണം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് കുറച്ച് ഏലക്കാപ്പൊടിയാണ്. അപ്പം ഞാൻ ഇതിനകത്ത് പഞ്ചസാരൻ്റെ ഇപ്പം ചേർത്ത് പൊടിച്ചു വെച്ച കുറച്ച് ഏലക്കാപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിടണം. അതാ മധുരം ഒന്ന് കോമ്പൻസേറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടണം. അപ്പൊ ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് ആ ശർക്കരപ്പനി കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ശർക്കരപ്പാനി ഞാൻ ഇങ്ങനത്തെ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. കണ്ടില്ല? അതിനകത്ത് കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് പോകില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു സ്ട്രെയിനർ വെച്ചിട്ട് വേണം ശർക്കരപ്പാനി ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി ഞാൻ ഇതൊരു കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുവാണ്. കൈ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്പൂൺ വെച്ചിട്ടാലും മതി. പക്ഷെ അരിപ്പൊടി ആയതുകൊണ്ട് കട്ടി ഉണ്ടാവും. അപ്പോൾ അത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ വിസ്കി യൂസ് ചെയ്താലും മതി. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ ഇപ്പം നമ്മൾ ആദ്യമായിട്ടാണൊക്കെ ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നോക്കണം. കാരണം ശർക്കരപ്പാനിക്ക് നല്ല വെള്ളം ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇതിനകത്തോട്ട് അരിപ്പൊടിയിൽ ഒഴിച്ചാൽ പിന്നെ നമ്മുടെ മാവ് മുഴുവൻ വെള്ളമായി പോകും. അപ്പോൾ അത്രയും ഒരുപാട് വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്കിത് ഉണ്ടാക്കുമ്പോൾ വേണ്ട. നമുക്കൊരു ദോശമാവിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസി വേണം. കാരണം നമ്മളിത് 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, 1-2 മണിക്കൂർ. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് ഉറക്കും. അപ്പോൾ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? ഈ പരുവം ഇങ്ങനെ ആയിരിക്കണം. ഒട്ടും കട്ട പാടില്ല. പിന്നെ നമ്മൾ ശർക്കരപ്പാനിക്ക് ഉപയോഗിച്ചിട്ടും വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചത് ഇളം ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. പച്ചവെള്ളം ഡയറക്റ്റ് ഒഴിക്കാൻ പാടില്ല. ഇനി അതിനകത്തോട്ട് ഇത് നെയ്യിൽ തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള തേങ്ങാക്കൊത്തില്ലേ, അത് ഞാൻ നെയ്യിൽ വറുത്തെടുത്തതാണ്. അപ്പോൾ അത് ഞാൻ ഇതിനകത്തോട്ട് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഇടാൻ പോകുന്നത് എള്ളാണ്, കറുത്ത എള്ള്. അതും ഞാൻ കഴുകി ഉണക്കിയിട്ട് ഈ നെയ്യിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇടുവാണ്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഒരു ദോശമാവിൻ്റെ പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ ആയാൽ കുറച്ച് കട്ടിയാവും. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ അടച്ചു വെക്കുവാണ്. 1 മണിക്കൂർ നേരത്തേക്ക് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു 1.5 മണിക്കൂറായി ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. നമുക്ക് മിനിമം 1 മണിക്കൂറും ഒരു മാക്സിമം 2 മണിക്കൂർ വരെയൊക്കെ വെക്കാം. എന്നാൽ മാത്രമേ നമ്മൾ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ
ഇത് കുറച്ച് കട്ടിയാണ് മാവ്, കണ്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ ഇതൊന്ന് ടൈറ്റ് ആയിട്ട് വരും മാവ്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് തിളപ്പിച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. തിളപ്പിച്ചിട്ട് തണിഞ്ഞതാണിത്, ഇളം ചൂടുവെള്ളമാണ്. എന്നിട്ട് മാവ് കുറച്ച് ലൂസാക്കാം നമുക്ക്. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അപ്പോൾ ഈ പരുവത്തിൽ മതി. കുറച്ചും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും. അത്രയും മതി, ഇത്രയും ലൂസ് മതി, കണ്ടില്ലേ? അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പം ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഉണ്ണിയപ്പച്ചട്ടി ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പം എണ്ണ ജസ്റ്റ് തടവി കൊടുത്താലും നമുക്ക് ഉണ്ണിയപ്പം നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഹെൽത്തി ആയിട്ട് എണ്ണയൊക്കെ കുറച്ച് യൂസ് ചെയ്തിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുള്ളവർക്ക് ഇത് അങ്ങനെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ട്രഡീഷണൽ വേയിലാണ് ഇത് കാണിക്കുന്നത്. അപ്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്തോട്ട് ഒരു ഗ്ലാസ്സിൽ മാവ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഓരോ കുഴിയിലായിട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. ഒരു 3/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് ഒരു ഭാഗം ആവട്ടെ. അപ്പം ഞാൻ മറ്റേ സൈഡും കൂടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ വേറൊരു സ്പൂണും കൂടെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്നാവും. ഇനി ഈ ഭാഗം കൂടെ നന്നായിട്ട് ആവട്ടെ, എന്നിട്ട് നമുക്കിത് വാങ്ങാം. അപ്പോൾ ഇത് 2 സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ട്. ഞാൻ ഇതൊരു സ്ട്രെയിനറിലോട്ട് വാങ്ങിയിടുവാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം മാവ് മുഴുവനായിട്ട് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കണ്ണൂർ സ്റ്റൈൽ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം. നല്ല സോഫ്റ്റുമാണിത്. ബേക്കിംഗ് സോഡയൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്